നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ദളപതി വിജയ് സാറിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ സാർ. അപ്പം ജനനായകൻ്റെ ടീച്ചർ ഇറങ്ങി ബർത്ത്ഡേ വിഷസ് ആയിക്കൊണ്ട്. അപ്പം ടീച്ചറിനെ കുറിച്ച് ഉള്ള റിയാക്ഷൻ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ടീച്ചർ കണ്ട് പൊളപ്പൻ ടീച്ചറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കിഡിലൻ ടീച്ചറാണ്, നല്ല മാസമാണ്. എനിക്ക് മാസം ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് മാസം ടീച്ചർ കണ്ടത് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനകത്ത് ചെറിയ നെഗറ്റീവ് പറയാനുണ്ട്. എനിക്ക് അരോചകമായിട്ട് തോന്നിയേ സ്ഥിരം കാണിക്കുന്ന ദളപതി സാറിൻ്റെ ഒരു സ്ഥാനം ഉണ്ടല്ലോ, ഇങ്ങനെ വന്നിട്ട് സാധനം അതൊന്നും വേണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് മടുത്ത്. തമിഴന്മാർ മടുത്ത് കാണത്തില്ലായിരിക്കും, പക്ഷെ മലയാളികൾ മടുത്ത്. അത് ഡയറക്ടറാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും വലിയ സ്റ്റാർ വാലിറ്റി ഉള്ള നടൻ, ഇത്ര മാർക്കറ്റ് വാല്യൂ ഉള്ള നടൻ, ആ നടനെ വെച്ചൊക്കെ ചെയ്യുമ്പം അതനുസരിച്ചുള്ള പടങ്ങൾ ചെയ്യണം. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾ. അത് ചെയ്യുന്നില്ല ഡയറക്ടർമാർ. അതുകൊണ്ടാണ് എല്ലാ പടവും ഒരുപോലെ ആയി പോകുന്നത്. സ്ഥിരം കാണിക്കുന്ന സാധനങ്ങളെ തന്നെയാണ് കാണിക്കുന്നത്. നല്ലൊരു ദിവസം ആയിക്കൊണ്ട്, ബർത്ത്ഡേ ആയിക്കൊണ്ട്, ആ ബർത്ത്ഡേക്ക് ഇറക്കിക്കൊണ്ട് ടീച്ചർ എന്ന് പറഞ്ഞാൽ കിഡിലെ ടീച്ചർ ഇറക്കിക്കൊണ്ട് പൊളപ്പ സാധനം, ഇതുകാരും കാണാത്ത സാധനം ഇറക്കിക്കൊണ്ട് അവരിറക്കി വിട്ട് ടീച്ചർ കണ്ട ഒരു കാര്യം മൊബൈലിൽ പിള്ളേർ വീഡിയോ പിടിച്ചിട്ട് മൊബൈലിലെ ഇൻഷോട്ട് എഡിറ്റിങ്ങിൽ ഇട്ട് എഡിറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട്. എങ്ങനെയുണ്ട്? അതുപോലെ ഉണ്ട് വീഡിയോ. ഇങ്ങനെയൊക്കെയാണ് ഇത്രയും വലിയൊരു നടനെ വെച്ച് ചെയ്യുന്നത്. അതും നല്ലൊരു ദിവസമൊക്കെ ഇട്ടിരിക്കുന്ന ടീച്ചർ കണ്ടില്ല. ടീച്ചർ കണ്ടപ്പോൾ ഡയറക്ടറെ നിലവാരം നമുക്ക് മനസ്സിലായി. പടവും മോശമാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ വിജയിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ അന്നേരം ടീച്ചർ കണ്ടിട്ട് നമ്മൾ ഡയറക്ടറെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. അത്ര നമുക്ക് പറയാനുള്ളൂ. കാരണം വെച്ചാൽ അത് മോശമായിപ്പോയി. ഇത്രയും വലിയ നടനൊക്കെ വെച്ച്, ഇത്ര മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു നടനെ വെച്ച് ചെയ്യുമ്പം നല്ലൊരു ടീച്ചറൊക്കെ ബർത്ത്ഡേ ഒക്കെ ഇറക്കിയുണ്ടേ. ആ പോസ്റ്ററൊക്കെ കണ്ടില്ലേ, ഒരുപാട് പിള്ളേർ എഡിറ്റ് ചെയ്ത പോലെ ഉണ്ട് പോസ്റ്ററൊക്കെ. അതൊക്കെ മോശമായിപ്പോയി. അപ്പം ദളപതി സാറിനെ വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല കഥകളായിട്ടൊക്കെ വന്നിട്ട്, നല്ല വെറൈറ്റി ആയിട്ട് വന്ന് അപ്ഡേറ്റ് ആയിട്ടുള്ള രീതികളൊക്കെ ചെയ്യും. എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഈ സ്ഥിരം കണ്ടുകൊണ്ട് മടുത്ത സാധനം, ക്ലീശ സാധനം ചെയ്യാതെ ആൾക്കാർക്ക് മടുപ്പായി തുടങ്ങി. നിങ്ങളെ കാരണം ദളപതി സാറിനോട് ഇഷ്ടമുള്ളവരോടും ഇഷ്ടക്കേടായി തുടങ്ങും. അതുകൊണ്ട് ആ ഇഷ്ടക്കേട് ഉണ്ടായിരിക്കണമെങ്കിൽ നിങ്ങൾ നല്ല സാധനങ്ങൾ ഇറക്കി വിടുക. ഇത്രയും വലിയ മുതലിനൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ മുതലാക്കാൻ നോക്കുക. അല്ലാതെ ആ മുതലിനെ നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കാതെ. ടീച്ചറൊക്കെ മാസമൊക്കെയാണ്, പക്ഷേ സ്ഥിരം കാണിക്കുന്ന സാധനമാണ്. പിന്നെ ടീച്ചറിനകത്ത് പോലീസുകാരനായിട്ടാണ് കാണിക്കുന്നത്. താടിയൊക്കെയുള്ള പോലീസുകാരാണ്. ചിലപ്പം വേഷം കെട്ടി വരുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു ടീച്ചർ കണ്ടിട്ട് സിനിമ വിലയിരുത്താൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു മിനിറ്റ് താഴെയുള്ള ടീച്ചറല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പം വിലയിരുത്താൻ പറ്റത്തില്ല. പക്ഷേ ആ കണ്ടത്ര ഭാഗത്തിനെ കുറിച്ച് നമുക്ക് ഡയറക്ടറെ ഏകദേശം പിക്ചർ നമുക്ക് മനസ്സിലായി. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത്രയും വലിയ നടനെ കിട്ടുമ്പോൾ നല്ല രീതിയിൽ ചെയ്ത് ഇറക്കി ഉണ്ടാവും. അതും നല്ലൊരു ദിവസമല്ലേ, ബർത്ത്ഡേ ആയിക്കൊണ്ട്, 51ാമത്തെ ബർത്ത്ഡേ. അപ്പോൾ അടുത്ത വർഷം 2026 ഇലക്ഷൻ നിൽക്കുവാണേ. ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് ജയിക്കട്ടെ, മന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, തമിഴ്നാട്ടിലെ നല്ലൊരു മുഖ്യമന്ത്രി ആകട്ടെ, ജനനായകൻ ഇറങ്ങി ഹിറ്റാകട്ടെ. 2026 ജനുവരി 9 ജനനായകൻ ഇറങ്ങും, അതും ഹിറ്റാകട്ടെ. ഒരിക്കൽ കൂടി ദളപതി സാറിന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ.